നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ സീറ്റ് ധാരണയ്ക്കുള്ള വ്യക്തമായ ചർച്ച വിജയിച്ചിരിക്കുന്നു. അതായത് ആ ചർച്ചയിലൂടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് വിഭജനം കൃത്യമായും അത് ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെ എത്തി എന്നുള്ളത് പ്രവർത്തകർക്ക് ആഹ്ലാദം പകരുന്ന വാർത്തയാണ്. വർഗീയ ഫാസിസത്തെ തൂത്തെറിയാൻ ആം ആദ്മി പാർട്ടി ഇന്ത്യ മുന്നണിയിൽ നിൽക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യമാണ് എന്നുള്ള കാര്യം അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നു. ഇത് എത്രത്തോളം വിജയകരമാകും എന്നുള്ളത് മാത്രം ഇനി കാത്തിരുന്ന് കണ്ടാൽ മതി. ഗുജറാത്തിലും അതുപോലെ തന്നെ ഹരിയാനയിലും ഡൽഹിയിലും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ സീറ്റ് വീതം വെച്ചിരിക്കുകയാണ്. ഗുജറാത്തിൽ ഒരു സീറ്റിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കും. കോൺഗ്രസിൻ്റെ ശക്തമായ പിന്തുണ ഉണ്ടാകും എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുന്നു. ഹരിയാനയിൽ ഒരു സീറ്റിൽ മത്സരിക്കും. കുരുക്ഷേത്ര സീറ്റാണ് അവർ കൃത്യമായും ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഡൽഹിയിൽ 3 സീറ്റുകൾ കോൺഗ്രസിന് വിട്ടുകൊടുക്കും. ചാന്ദിനി ചൗക്ക് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ കോൺഗ്രസിൻ്റെ കയ്യിൽ മത്സരിക്കാൻ വിട്ടുകൊടുത്തിരിക്കുന്നു. അതിൽ രാഷ്ട്രീയപരമായും നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 7 മണ്ഡലങ്ങളിൽ 5 മണ്ഡലങ്ങളിലും ആം ആദ്മിയേക്കാൾ വോട്ട് നേടി 2ാം സ്ഥാനത്ത് എത്തിയിരുന്നു. എന്നാൽ 7 മണ്ഡലങ്ങളിലും ജയിച്ചത് BJP ആയിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതിലൂടെയാണ് ഒരു കാര്യം ആം ആദ്മിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്: സഖ്യം രൂപീകരിച്ചാൽ മാത്രമേ വിജയിക്കാൻ കഴിയുകയുള്ളൂ, അല്ലാതെ ഒരിക്കലും വിജയം കൈപ്പിടിയിലേക്ക് എത്തില്ല എന്നുള്ളത് ആം ആദ്മി പാർട്ടിക്ക് നല്ലപോലെ അറിയാം. മാത്രമല്ല, കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ ഉൾപ്പെടെ ഒരു ശ്രമം നടത്തി വരികയാണ് കേന്ദ്ര ഭരണകൂടം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആം ആദ്മി പ്രതിരോധത്തിലാകുമ്പോൾ സഹായഹസ്തവുമായി കോൺഗ്രസ് എത്തുമ്പോൾ അതിനെ തള്ളിക്കളയാൻ ആം ആദ്മിക്ക് കഴിയില്ല. കാരണം ആം ആദ്മി മൊത്തത്തിൽ പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസുമായി ഒത്തുപോകാൻ മാത്രമേ വഴിയുള്ളൂ എന്ന് മനസ്സിലാക്കി കൂടിയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ആദ്യം ദുശാഠ്യം പിടിച്ചുകൊണ്ട് മമതയെ പോലെ തന്നെ ചില നമ്പറുകളൊക്കെ ഇട്ടു നോക്കിയതാണ്. പക്ഷേ അതൊന്നും കോൺഗ്രസിൻ്റെ മുമ്പിൽ ഏശുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് കെജ്രിവാൾ ഒടുവിൽ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിരിക്കുന്നത്. പഞ്ചാബിൽ പക്ഷേ ഒരു സൗഹൃദ മത്സരം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് തീരുമാനം. ആം ആദ്മിയും കോൺഗ്രസും വെവ്വേറെയായി മത്സരിക്കും. എന്നാൽ പോലും സീറ്റുകളിൽ ചിലയിടത്ത് പരസ്പര ധാരണ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനും തീരുമാനമുണ്ട്. കാരണം കഴിഞ്ഞ തവണ നമുക്കറിയാം, പഞ്ചാബിൽ 8 സീറ്റുകളിൽ കോൺഗ്രസ് ചരിത്ര വിജയം നേടിയെടുത്തതാണ്. ആ 8 സീറ്റുകൾ അങ്ങനെ കോൺഗ്രസിന് വിട്ടുകൊടുക്കാൻ കഴിയുന്നതല്ല എന്നുള്ളത് ആം ആദ്മിയെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെ ആം ആദ്മിക്ക് അവിടെ സീറ്റുകൾ കൊടുക്കുമ്പോൾ വലിയ രീതിയിൽ കോൺഗ്രസ്സിന് സീറ്റുകൾ നൽകേണ്ടി വരും. അങ്ങനെയുള്ള രീതിയിൽ ഇപ്പോൾ ഭരിക്കുന്നത് ആം ആദ്മി സർക്കാർ ആയതുകൊണ്ട് അവർക്ക് അങ്ങനെയൊരു രീതി പിന്തുടരാൻ സംസ്ഥാന ഘടകം സമ്മതിക്കുന്നില്ല. എന്നാൽ ദേശീയ ഘടകത്തിലും അരവിന്ദ് കെജ്രിവാളിനും പരിപൂർണമായ സമ്മതമുണ്ട്. അത് പക്ഷേ ഭഗവത് മാൻ ദേശീയ രീതിയിലേക്ക് കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല എന്നുള്ളത് കെജ്രിവാളിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. സിസോദിയയ്ക്കും അതേ അഭിപ്രായം തന്നെയാണുള്ളത്. അങ്ങനെ വരുമ്പോൾ കാര്യങ്ങളിൽ ഒരു വ്യക്തത കുറവുണ്ട്. പഞ്ചാബിൻ്റെ കാര്യത്തിൽ മാത്രമാണിത്. അവിടെയും വൈകാതെ തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്താൻ അതിനുവേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ ദേശീയ നേതാക്കൾ വീണ്ടും മുൻകൈയെടുത്ത് നടത്തുകയാണെങ്കിൽ ഒരുപക്ഷേ സീറ്റ് വിഭജനം ഉൾപ്പെടുന്ന കാര്യങ്ങളിൽ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി, അതായത് പഞ്ചാബിലെ സംസ്ഥാന കമ്മിറ്റി അയവ് വരുത്തിയേക്കാം എന്നാണ് പറയുന്നത്. ഏതായാലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് ഒരു പഞ്ഞവുമില്ല. അവിടെ ചരൺജിത് സിംഗ് ചന്നിയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ നവജോത് സിംഗ് സിദ്ധു അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഒരു കാര്യം തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്: കോൺഗ്രസിനൊരു വിട്ടുവീഴ്ചയില്ല. കഴിഞ്ഞ തവണ നേടിയ സീറ്റുകളേക്കാൾ സീറ്റുകൾ നേടിയെടുക്കാൻ കഴിയും. അതിനുള്ള കെൽപ്പുണ്ട്. ദേശീയ രാഷ്ട്രീയമാണ്, സംസ്ഥാന രാഷ്ട്രീയമല്ല എന്നുള്ള കാര്യം കൂടി എടുത്തു പറഞ്ഞിരിക്കുന്നു. ഭഗവത് മാനും കെജ്രിവാളും തമ്മിലുള്ള ഈ അഭിപ്രായ വ്യത്യാസം ഒരുപക്ഷെ ഉരുത്തിരിഞ്ഞു വന്നാൽ അത് ഭാവിയിൽ എങ്ങനെയാകും എന്നുള്ളതിൽ അവർക്ക് സംശയമുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ ഈ പ്രശ്നത്തെ മറികടക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ: കോൺഗ്രസുമായിട്ടുള്ള ഒരു രമ്യതയിലേക്ക് മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ പ്രാധാന്യം ഏറിയ ഒരു കാര്യമാണ്. സംസ്ഥാന രാഷ്ട്രീയത്തെക്കാൾ ഏറെ ദേശീയ രാഷ്ട്രീയത്തിന് പ്രാധാന്യമുള്ള ഈ ഘട്ടത്തിൽ